പോണ വഴി വയനാടിന്റെ ഷെഡ് ഉണ്ട് കേട്ടോ. അത് ആ പൈപ്പ് മാറിയതിന്റെ കോലാണ് കേട്ടോ ഈ കാണുന്നത്. കൊണ്ട് ഞാന് ഹലോ ഗൈസ്, നമ്മളെ ഷെഡിലേക്ക് പോവാണ്. അപ്പൊ അതിന്റെ കുറച്ച് കാഴ്ചകൾ കാണാം. നമ്മളിവിടുന്ന് ഇപ്പൊ ഏതാണ്ട് ഒരു 15 കിലോമീറ്റർ ഉണ്ട് ഷെഡിലേക്ക്. 15-16 ഹൈവേയിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നത്. ഐജിലം ഹൈവേ. ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് രാമനാട്ടുകര ഓവർ ബ്രിഡ്ജിൻ്റെ മേലെ കൂടിയാണ് കേട്ടോ. നമ്മൾ യൂണിവേഴ്സിറ്റിയിലേക്കാണ് നമ്മൾ പോകേണ്ടത്. ഇനി നമുക്ക് പോണ വഴി വയനാടിൻ്റെ ഷെഡ് ഉണ്ട് കേട്ടോ. അത് നമുക്ക് കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് ബാക്ക് ഭാഗം, വണ്ടീൻ്റെ ഒരു ബാക്ക് സൈഡേ നമുക്ക് കാണത്തുള്ളൂ. ഏകദേശം രാമനാട്ടുകര കഴിഞ്ഞിട്ട് വരുന്ന ആ ഒരു സ്ഥലം ഈ ഹൈവേയിലൂടെ പോകുമ്പോൾ അത് മേലെ കാണാനാണ് വയനാടനും ഉണ്ട്, പ്ലാറ്റിനും ഉണ്ട് കേട്ടോ. നമ്മളിപ്പോ കാക്കഞ്ചേരി കഴിഞ്ഞ് ചെട്ടിയാർമാട് യൂണിവേഴ്സിറ്റി. അങ്ങനെ നമ്മൾ ഷെഡിലേക്ക് പോകുമ്പോഴാണ് കേട്ടോ ഷൈനിൻ്റെ വണ്ടി പോകുന്നത് കണ്ടത്. പിന്നെ കുറച്ച് കഴിഞ്ഞ് പിന്നാലെ തന്നെ ഡോൾഫിൻ്റെ വണ്ടിയും പോകുന്നത് കണ്ടിട്ടോ. ഇതാണ് യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് സർവകലാശാല. അതാ ബോർഡ് കണ്ടില്ലേ, യൂണിവേഴ്സിറ്റി പോകുന്നത്. ഇതാണ് ഗൈസ് യൂണിവേഴ്സിറ്റി എന്ന സ്ഥലം. ഇപ്പൊ അടിയിൽ കൂടിയാ റോഡ്, ഇവിടെ ബൈപ്പാസ് അടിയിൽ കൂടിയാണ് ഇതാ പോണേ. യൂണിവേഴ്സിറ്റി കഴിഞ്ഞാൽ അടുത്ത കോയിനൂരിന്ന് ലെഫ്റ്റിലേക്കാണ് നമുക്ക് നമ്മളെ ഷെഡിലേക്ക് പോകുന്നത്. അമ്മേ കൊണ്ടാണല്ലേ വരുന്നത്. ഇവിടെ നോക്കണ്ട, ഇവിടെ ഗൾഫാണ്. ഇവിടുത്തെ നിയമം ഗൾഫാ. ലെഫ്റ്റ് സൈഡിൽ കൂടിയാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നത്. ഇവിടെ റൈറ്റ് സൈഡിൽ കൂടി. അതാണ് കാണുന്നതാണ് കോയിനൂർ. അവിടെ കാലിക്കറ്റ് എയർപോർട്ട് റോഡ് കോയിനൂർന്നില്ല. ലെഫ്റ്റ് ഒടിഞ്ഞ് കോയിനൂർ അങ്ങാടി. ദേവതിയാല് നമുക്ക് റൈറ്റ് അവിടെയാണ്. ദേവതിയാൽ അങ്ങാടി കഴിഞ്ഞോടുന്ന തന്നെ റൈറ്റിലേക്ക് ഒരു വഴി റൂട്ടുണ്ട്. ഇവിടേക്ക് പറമ്പിൽപ്പീടിക്ക് പോകണം. നീരൽപ്പാലം പറമ്പിൽപ്പീടി റോഡ്. ഇവിടുന്ന് റൈറ്റ്. ഇവിടുന്ന് ഏതാണ്ട് ഒരു കിലോമീറ്ററിൻ്റെ അടുത്തുള്ളൂ നമ്മളെ ഷെഡിലേക്ക്. ഇവിടുന്ന് 1 കിലോമീറ്ററിൻ്റെ അടുത്ത്. അതിൻ്റെ മോനെ അങ്ങനെ നമ്മളെ ഷെഡിലെത്തി. നമ്മളെ 2 ചെറുക്കന്മാരവിടെ കിടക്കണ കിടപ്പ് കണ്ടു. കേട്ട് മണ്ണ് കണ്ണില്ല. 2 ചെറുക്കന്മാര് കിടക്കണ കണ്ടോ. നമ്മളിന്ന് വന്നത് അല്ലറച്ചില്ലറ ചെറിയ പരിപാടികൾ കണ്ടോ. ഒരു വണ്ടിക്ക് നാളോട്ടുണ്ട്, മറ്റേ വണ്ടിക്ക് അടുത്ത ദിവസം ഓട്ടുണ്ട്. നമുക്ക് ഈ ഒരു പൈപ്പ് മാറാനുണ്ട് നമ്മളെ Z1-ൻ്റെ. ഈ ഒരു എഡ്ജ് പൈപ്പും ചെറുതായിട്ടൊന്ന് പൊട്ടിയായിരുന്നു കേട്ടോ. അത് നമുക്ക് പുതിയത് മേടിച്ചിട്ടുണ്ട്, നമുക്കത് മാറ്റാനുണ്ട്. അതിനു വേണ്ടി ആദ്യം നമുക്ക് റേഡിയേറ്ററിലെ വെള്ളം ഫുള്ള് ഒഴിവാക്കണം. അതിനുവേണ്ടി ഈ കാണുന്ന ആ ഒരു തിരിക്കണ സംഭവം ഉണ്ടല്ലേ, ഇത് തിരിച്ച് നമുക്ക് ഈ ഫുള്ള് വെള്ളം ഒഴിവാക്കണം കേട്ടോ. അങ്ങനെ വെള്ളം പോകാൻ വേണ്ടി അത് ഫുള്ള് ഓപ്പൺ ആക്കിയിട്ടോ. ഇതാണ് കേട്ടോ നമ്മൾ മേടിച്ച പുതിയ പൈപ്പ്. ഈ സംഭവമാണ് ഞാൻ അതിൽ ഫിറ്റ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ആ റേഡിയേറ്ററിൽ വെള്ളം പോകാൻ വേണ്ടി അത് ഓപ്പൺ ആക്കിയിട്ട് നമ്മുടെ വണ്ടിയുടെ മേലെ കയറി കിച്ചു. അവൻ്റെ വണ്ടി നാളെ ട്രിപ്പ് ഉള്ളതുകൊണ്ടൊന്ന് കഴുകി വൃത്തിയാക്കാമെന്ന് പറഞ്ഞ് കഴുകുകയാണ് കേട്ടോ കിച്ചു. നമ്മളെ വണ്ടീൻ്റെ മേലെ കയറി ജസ്റ്റ് ഇങ്ങനെ വണ്ടീൻ്റെ മേലേക്ക് എന്താ പാട് നോക്കാൻ വേണ്ടി കയറിയതായിരുന്നു. അതേ വണ്ടി കഴുകുന്നു കിച്ചു. ഈ ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് ഉരയ്ക്കാതെ ഇവിടെ ഉരയ്ക്കാത്ത ഭാഗമാണ് കണ്ട. ഒരു കുഴപ്പമില്ല, വെറുതെ കണ്ട് വണ്ടി കഴുകുകയാണ്. അവിടെയും കുഴപ്പമില്ല, ഇവിടെയും. റേഡിയേറ്ററിലെ വെള്ളം ഫുള്ള് പോയതിന് ശേഷം ഞാൻ ആ പൈപ്പ് മാറിയതിൻ്റെ കോലാണ് കേട്ടോ ഈ കാണുന്നത്. ഇനി നമുക്ക് റേഡിയേറ്ററിൽ വെള്ളം ഒഴിക്കണം കേട്ടോ. വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ആ മാറ്റിയ പൈപ്പിലൂടെ ലീക്ക് ഉണ്ടോ ഒന്ന് നോക്കണം. അതിനുവേണ്ടി വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിക്കാൻ വേണ്ടി നമുക്ക് കിച്ചുവിനെ ഏൽപ്പിക്കാം. വെള്ളം അതാ ഡാഷ്ബോർഡിൽ അവിടെ കൊണ്ടുപോയി വെച്ചാണ് കേട്ടോ ബക്കറ്റിൽ. ഞാൻ അത് ഒഴിക്കാനുള്ളത്.
അങ്ങനെ കിച്ചു അതിൽ വെള്ളം ഒഴിക്കാൻ തുടങ്ങി കേട്ടോ. അപ്പം ഞാൻ പിന്നെ സ്റ്റെപ്പിന് കഴുകാൻ വേണ്ടി തുടങ്ങി കേട്ടോ. സ്റ്റെപ്പിന് കുറേ കാലമായി കഴുകിയിട്ട്. നിന്റെ ടയറാ പറഞ്ഞത് കഷ്ടപ്പെട്ട് മനസ്സ് ടയർ വലിക്കുന്നത്. അങ്ങനെ ആ ഒരു ടയർ പുറത്തിടാൻ ശ്രമിക്കണതാണ് കേട്ടോ ഞാൻ. അങ്ങനെ ഞാൻ ആ ടയർ ഒരു വിധത്തിൽ വലിച്ച് പുറത്തിടാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ അത് നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ആയി ടയർ പുറത്തെത്തിച്ചു. അപ്പം നമുക്ക് കിച്ചു വെള്ളം ഒഴിച്ചിട്ട് നാരണില്ല പരാതി പറഞ്ഞു പോയി നോക്കാമെന്ന് വിചാരിച്ചു. കൊണ്ട് ഞാന് ഇവിടെ ഒരാൾ ഇത്ര നേരമായിട്ട് വെള്ളം ഒഴിക്കുക അതിനോട് നിറയില്ല. ഇത് നിറയാത്ത റേഡിയേറ്ററാന്ന് തോന്നി. വെള്ളം എത്ര ഒഴിച്ചിട്ട് നിറണില്ല എന്ന് പറഞ്ഞൊന്ന് ജസ്റ്റ് ഒന്ന് അടിയിൽ പോയി നോക്കിയതാ. പോയി നോക്കിയപ്പോൾ അതാ നമ്മുടെ ആ വാൾവ് നമ്മൾ തുറന്നിട്ടില്ലേനോ, റേഡിയേറ്ററിൻ്റെ വെള്ളം പോകാനുള്ള വാൾവ് നമ്മൾ പൂട്ടിയിട്ടില്ലായിരുന്നു. അതാണ് ആ ഒഴിച്ച വെള്ളമാണ് ആ ഫുള്ള് പോണത്. ഒരു ബക്കറ്റ് വെള്ളം ഇപ്പം കിച്ച് ഒഴിച്ചിട്ട് ആ ബക്കറ്റ് വെള്ളം ഫുള്ള് ഇപ്പം ഈ അടിയിൽ കൂടെ ഫുള്ള് പോയിരുന്നു. ഇപ്പം നമ്മളത് ടൈറ്റ് ആക്കിയിട്ട് ഇനിയിപ്പോൾ രണ്ടാമത് കിച്ച് വെള്ളം നിറയ്ക്കാൻ വേണ്ടി ബക്കറ്റിലേക്ക് വെള്ളം എടുക്കുകയാണ്. അങ്ങനെ നമുക്ക് ടയറിൻ്റെ രണ്ട് സൈഡും കഴുകണം കേട്ടോ. രണ്ട് സൈഡും കഴുകിയിട്ട് ടയർ വെക്കണ ആ ഒരു കമ്പിയായ സ്ഥലം ഉണ്ടല്ലോ അതും ഫുള്ള് കഴുകണം. ടയർ കയറ്റുന്ന പരിപാടിയിലാണ്. അങ്ങനെ നമ്മൾ ആ ടയർ കയറ്റിയിട്ടോ. നല്ല വെയിറ്റാണ് ടയറിന്. അത് ഒറ്റയ്ക്ക് പൊന്തിക്കാൻ നിന്നാൽ നമ്മളെ നടുവിന് പെട്ടെന്ന് പണി കിട്ടും. അങ്ങനെ നമ്മൾ ടയർ ഫുൾ കഴുകട്ടോ. ഒന്നുകൂടെ ബോഡി ഒന്ന് ചെറുതായിട്ട് ചളികളുണ്ട്, അത് കഴുകണം. ഇതിലൊരു താജ്മഹൽ പണിഞ്ഞാലോന്നല്ലേ? താജ്മഹൽ പണിയാണോ? കഴുകി നിന്ന് ഞാൻ ഒന്ന് കുട്ടപ്പനാക്കുന്നല്ലേ? ചെറിയൊരു വീഡിയോ കേട്ടോ. അങ്ങനെ എല്ലാ പണിയും കഴിഞ്ഞ് മനസ്സുക നമുക്ക് 2 വണ്ടി അങ്ങോട്ട് കൊടുക്കും. ഈ 2 വണ്ടി അങ്ങോട്ട് കൊണ്ട് മാറ്റിയിടണം. നാളെ നീ ഈ വണ്ടിക്ക് ട്രിപ്പ് ഉണ്ട്. നമ്മുടെ BS6 നാളെ ട്രിപ്പ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് നമ്മുടെ വണ്ടിയാണ് ഇപ്പുറത്തെ സൈഡ് കിടന്നത്. അപ്പം നമ്മൾ വണ്ടി അപ്പുറത്ത് 2 സൈഡ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിടണം കേട്ടോ. കാരണം ഒരു സൈഡിലാണ് ഗേറ്റ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറ്റിയിടണം. അതാണ് കേട്ടോ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നാളെ പുലർച്ചെയാണ് കേട്ടോ ട്രിപ്പ്. അപ്പം രാവിലെ പുലർച്ചെ വന്ന് 2 ആൾ വന്നിട്ട് പിന്നെ ചിലപ്പം ലേറ്റായിട്ടൊക്കെയാണ് വരണമെന്നുണ്ടെങ്കിൽ 2 വണ്ടി അങ്ങോട്ടും മാറ്റിയിടാനൊന്നും ടൈം ഉണ്ടാവില്ല കേട്ടോ. അതുകൊണ്ടാട്ടോ നമ്മളിപ്പം തന്നെ എടുത്ത് മാറ്റിയിടണം. AC ഇട്ടിട്ടേ പണിയെടുക്കുള്ളൂ. വണ്ടീനുള്ളിൽ കയറി അപ്പോൾ AC ഇടണം. AC ഇട്ടിട്ടേ പണിയെടുക്കുകയുള്ളൂ എന്നാണ് കിച്ചുന്നത്. അങ്ങനെ നമ്മൾ പണിയെല്ലാം കഴിഞ്ഞ് വീട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ചപ്പോഴാണ് നമ്മൾ BS6 ആഡ് ബ്ലൂ ഒഴിച്ചില്ല. ആഡ് ബ്ലൂ ഒഴിക്കാനുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ
വീണ്ടും ആഡ് ബ്ലൂ എടുത്ത് ഒഴിക്കാൻ നിൽക്കുകയാണ്. ഒഴിച്ചോ. മുടി റെഡിയാക്കട്ടെ, വീഡിയോ എടുക്കുമ്പോ പറയണ്ടേ. കട്ട വരയ്ക്ക കിലോ. അങ്ങനെ നമ്മൾ ആഡ് ബ്ലൂ എല്ലാം ഫില്ലാക്കി. ഇതോടുകൂടി നമ്മളെ ഷെഡിലെ പരിപാടികൾ, ഇന്നത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞ് ഇനി നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം.